നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. വധശ്രമക്കേസിലെ പിടികിട്ടാപ്പുള്ളിയും കൊലപാതക കേസിൽ ജാമ്യമില്ലാ വാറണ്ടുമുള്ള സ്റ്റേഷൻ റൌഡി രഘുവിനെ പോലീസ് പിടികൂടി. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് ടൺ കണക്കിന് നേന്ത്രക്കായകൾ. വാർത്തകൾ വിശദമായി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഒരു ഓണാഘോഷം കൂടി കടന്നുപോയിരിക്കുന്നു. പുലിക്കളിയും പൂക്കളവും സദ്യവട്ടവുമായി ഇത്തവണത്തെ ഓണവും മനോഹരമായിരുന്നു. കേരളത്തിൻ്റെ നാടൻ പാരമ്പര്യവും ഐക്യത്തിൻ്റെ സവിശേഷതയും നിറഞ്ഞുകൊണ്ടുള്ളതായിരുന്നു ആഘോഷങ്ങൾ. വീടുകളിലെ പൂക്കളം, തിരുവാതിര, കളികൾ, കലാപരിപാടികൾ, രുചികരമായ ഓണസദ്യ ഇതെല്ലാം കൂടി കുടുംബങ്ങളെയും സമൂഹങ്ങളെയും ഒരുമിപ്പിച്ചു. ഓണത്തിൻ്റെ ഉല്ലാസം പോലെ തന്നെ ഒരുമയുടെ ആത്മാവും ജനങ്ങളുടെ മനസ്സിൽ പുതുമയായി പടർന്നു കിടക്കുകയായിരുന്നു. മഹാബലിയെ വരവേറ്റ സന്തോഷത്തിൽ ആരംഭിച്ച ആഘോഷങ്ങൾ നന്ദിയും ഐക്യവും പങ്കുവച്ചുകൊണ്ട് സമാപിച്ചു. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. പിന്നണി ഗായകൻ രജിത്ത് ഉദ്ഘാടനം ചെയ്തു. KS ഷോബി അധ്യക്ഷത വഹിച്ചു. T ബാലകൃഷ്ണമേനോൻ, KJ സെൽവൻ, നിമിഷ കാട്ടുങ്ങൽ, നിലിമ കാട്ടുങ്ങൽ, അനുരാഗ് കല്ലിങ്ങപ്പുറം, സേവ്യർ കൂനൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള വനിതാ ഹോക്കി മാസ്റ്റേഴ്സ് ടീം ക്യാപ്റ്റൻ ദീപ ഗോപാൽ, അലങ്കാര മത്സ്യ കർഷകനുള്ള സംസ്ഥാന അവാർഡ് നേടിയ സന്തോഷ് ചുങ്കാൽ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. പൂക്കള മത്സരം, വടംവലി, ഓണസദ്യ എന്നിവയുണ്ടായി. വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും വിതരണം ചെയ്തു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. വിജയികൾക്ക് വികാരി ഫാദർ ജോർജി കല്ലിങ്ങൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. കേന്ദ്ര സമിതി പ്രസിഡന്റ് ജെയ്സൺ മാഞ്ഞാങ്ങ, സെക്രട്ടറി ഔസേപ്പച്ചൻ കളത്തിനാൽ, കൈക്കാരന്മാരായ ജോയ് കണ്ണമ്പിള്ളി, ലിജു ചക്കാലക്കൽ, ഡെന്നി ചെതലൻ എന്നിവർ നേതൃത്വം നൽകി. ആഘോഷത്തിന്റെ ഭാഗമായി മാതൃസംഘത്തിന്റെ നേതൃത്വത്തിൽ തിരുവാതിരക്കളിയും ഉണ്ടായി. ചാലക്കുടി താലൂക്ക് ആശുപത്രി പാലിയേറ്റീവ് പരിചരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നിർധനരായ രോഗികൾക്ക് ഓണക്കിറ്റുകൾ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം വാർഡ് കൗൺസിലർ VJ ജോർജി നിർവഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ AA മിനിമോൾ അധ്യക്ഷയായി. നഴ്സുമാരായ സിനി, സിജി, രമ്യ, സുധീഷ് എന്നിവർ സംസാരിച്ചു. നമ്മുടെ ഈ സാന്ത്വനം എന്നുള്ള പാലിയേറ്റീവ് കെയർ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ചാലക്കുടി സർക്കാർ ആശുപത്രിയിൽ നടന്നു വരുന്നത്. ചാലക്കുടി മുനിസിപ്പൽ അതിർത്തിയിലെ 200ഓളം വരുന്ന പാലിയേറ്റീവ് രോഗികളെ ആഴ്ചയിൽ ഒരു ദിവസം 8 വീടുകൾ വെച്ച് സന്ദർശിച്ച് ഇവർ വീടുകളിൽ എത്തിക്കൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ അടിയന്തര ഘട്ടങ്ങൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അവരെത്തിച്ചേരുകയും ഈ കിടപ്പ് രോഗികൾക്ക് വലിയ സാന്ത്വനമായിട്ട് ഇവർ വലിയ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മളിന്ന് ലോകം മുഴുവൻ ഓണം ആഘോഷിക്കുമ്പോൾ ചാലക്കുടിയിലുള്ള നമ്മുടെ കിടപ്പ് രോഗികളായിട്ടുള്ള വളരെ നിർധനരായിട്ടുള്ള പാലിയേറ്റീവ് രോഗികൾക്ക് ഇന്ന് ഭക്ഷ്യ കിറ്റുകൾ 25 വീടുകളിൽ അവർ നേരിട്ട് പോയി വീടുകളിൽ എത്തിച്ചു കൊടുക്കാവുന്ന വലിയൊരു ഉദ്യമം കൂടി ഇവർ ഏറ്റെടുത്തിരിക്കുകയാണ്. വധശ്രമ കേസിലെ പിടികിട്ടാപ്പുള്ളിയും കൊലപാതക കേസിൽ ജാമ്യമില്ലാ വാറണ്ടുമുള്ള സ്റ്റേഷൻ റൌഡിയെ പോലീസ് പിടികൂടി. പൊരിങ്ങൽകുത്ത്
കാടർ ഉന്നതി സ്വദേശി കാടർ വീട്ടിൽ ഭീമൻ രഘു എന്നറിയപ്പെടുന്ന 60 വയസ്സുള്ള രഘു എന്നയാളെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. 2022 ജനുവരി 31 വൈകിട്ട് 5:30-ഓടെയാണ് കേസിനാസ്പദമായ സംഭവം. പെരിങ്ങൽകുത്ത് ദേശത്ത് കാടർ ഉന്നതിയിലെ പ്രതിയുടെ വീട്ടിൽ വെച്ച് അമ്മാനച്ചനായ വാസുവിൻ്റെ മുഖത്തും വയറ്റത്തും വെട്ടി വാസുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായി ജയിലിൽ കഴിഞ്ഞുവരവെ കോടതിയിൽ നിന്ന് ജാമ്യമെടുത്ത് ഒളിവിൽ കഴിഞ്ഞു വരുന്നതിനിടയിലാണ് ഇയാൾ പോലീസ് പിടിയിലായത്. ഇയാൾ 2016 ഭാര്യ അന്നമ്മയെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലും 2021 വെള്ളിക്കുളങ്ങര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താമസിക്കുന്ന രണ്ടാം ഭാര്യയെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമിച്ച കേസിലും 2022 അമ്മാനച്ചനായ വാസുവിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലുമടക്കം 3 ക്രിമിനൽ കേസിലെ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. ഭാര്യയെ കൊലപ്പെടുത്തിയ കേസിലും ജാമ്യമെടുത്ത് ഒളിവിൽ പോയതിനാൽ കോടതി ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു. ഈ കേസിലും അറസ്റ്റ് രേഖപ്പെടുത്തി തുടർ നടപടികൾ സ്വീകരിക്കും. അതിരപ്പള്ളി SI അനിൽ, GS CPOമാരായ പോൾസൺ, ബൈജു, അർജുൻ ഗുപ്ത എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കും. ടെറ്റ് യോഗ്യത നിലവിൽ വരുന്നതിന് മുൻപ് നിയമിതരായ അധ്യാപകർക്ക് കൂടി ടെറ്റ് നിർബന്ധമാക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി ഉത്തരവ് അധ്യാപക സമൂഹത്തിലും പൊതുവിദ്യാഭ്യാസ മേഖലയിലും വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നും അത് പരിഹരിക്കാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നും കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ഇരിഞ്ഞാലക്കുട വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റി യോഗം ആവശ്യപ്പെട്ടു. 5 വർഷത്തിൽ കൂടുതൽ സർവീസ് ബാക്കിയുള്ള അധ്യാപകർക്ക് ടെറ്റ് യോഗ്യത നേടാൻ കേവലം 2 വർഷം മാത്രമാണ് അനുവദിച്ചിട്ടുള്ളത്. അതിന് കഴിയാതെ വരുന്ന നിലവിലെ 10,000-കണക്കിന് അധ്യാപകർക്ക് ജോലി നഷ്ടപ്പെടുമെന്ന സാഹചര്യമാണ് ഉണ്ടാകാൻ പോകുന്നത്. ഇത് പൊതുവിദ്യാഭ്യാസ മേഖലയുടെ പ്രവർത്തനങ്ങളുടെ താളം തെറ്റിക്കുമെന്നും ഈ സാഹചര്യം ഒഴിവാക്കാൻ അടിയന്തര നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും KPSTA ആവശ്യപ്പെട്ടു. KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് യോഗം ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് പ്രവീൺ M. കുമാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം ആന്റോ P. തട്ടിൽ, CJ ദാമു, NP രജനി, ഷിജി ശങ്കർ, CA മുഹമ്മദ് റാഫി, PX മോളി, ജോസ് പോൾ, K. ജെമി ജോസ്, KA അജി, PP ടെസ്സി, PR സൈജു, PV ജിസ, ഗ്ലിപ്സി A. ഡിസിൽവ എന്നിവർ പ്രസംഗിച്ചു. നേന്ത്രക്കായ ഉൽപ്പാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് ടൺ കണക്കിന് നാടൻ നേന്ത്രക്കായ. കഴിഞ്ഞ 2 ദിവസങ്ങളിൽ മാത്രം 30 ടണ്ണിലേറെ നേന്ത്രക്കായാണ് VFPCKയുടെ കീഴിലുള്ള മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതിയിൽ നിന്ന് ഹോർട്ടികോർപ്പ് സംഭരിച്ചത്. തിരുവനന്തപുരം, ഹരിപ്പാട്, കൊല്ലം, പത്തനംതിട്ട, എറണാകുളം, കോഴിക്കോട്, വടകര, കണ്ണൂർ എന്നിവിടങ്ങളിലെ ഓണച്ചന്തകളിലേക്കാണ് മറ്റത്തൂരിലെ കർഷകർ ഉൽപ്പാദിപ്പിച്ച നാടൻ നേന്ത്രക്കുലകൾ വിൽപ്പനയ്ക്കായി കൊണ്ടുപോയത്. ഓണവിപണി ലക്ഷ്യം വെച്ച് മറ്റത്തൂരിലെ കർഷകർ കൃഷി ചെയ്ത ആയിരക്കണക്കിന് നേന്ത്രവാഴകൾ മഴക്കെടുതിയിൽ നശിച്ചുപോയിരുന്നു. കാലാവസ്ഥ അനുകൂലമായിരുന്നെങ്കിൽ നേന്ത്രക്കായയുടെ ഉൽപ്പാദനം ഇപ്പോഴുള്ളതിനേക്കാൾ ഇരട്ടിയാകുമായിരുന്നെന്ന് മറ്റത്തൂർ സ്വാശ്രയ കർഷക സമിതി പ്രസിഡന്റ് CK പീതാംബരൻ പറഞ്ഞു. മറ്റത്തൂരിലെ കർഷകർ വിളയിച്ച നേന്ത്രക്കുലകൾ വിറ്റുപോകാതെ കെട്ടിക്കിടക്കുന്ന സ്ഥിതി ഉണ്ടാകാത്ത വിധം ഓണക്കാലത്ത് ഹോർട്ടികോർപ്പ് കർഷകർക്ക് അനുകൂലമായ രീതിയിൽ വിപണിയിൽ ഇടപെടുകയും നേന്ത്രക്കായ സംഭരിക്കുകയും ചെയ്തത് വാഴ കർഷകർക്കും സ്വാശ്രയ കർഷക സമിതിക്കും ഏറെ ആശ്വാസം പകർന്നതായും CK പീതാംബരൻ പറഞ്ഞു. അതേസമയം ഉൽപ്പാദനം കുറവായിരുന്നിട്ടും പ്രതീക്ഷിച്ചതുപോലുള്ള വില കർഷകർക്ക് ഇത്തവണ ലഭിച്ചില്ല. വിളവെടുപ്പ് സീസൺ ആരംഭിച്ചപ്പോൾ കിലോഗ്രാമിന് 55 രൂപയോളം ഉണ്ടായിരുന്ന വില ഓണക്കാലമായപ്പോൾ കുറയുകയാണുണ്ടായത്. VFPCKയുടെ കോടാലിയിലുള്ള സ്വാശ്രയ ചന്തയിൽ തിങ്കളാഴ്ച കിലോഗ്രാമിന് 50 രൂപ നിരക്കിലാണ് നാടൻ നേന്ത്രക്കായ വിറ്റുപോയത്. ഓണക്കാലമായതോടെ തമിഴ്നാട്ടിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് നേന്ത്രക്കായ സംസ്ഥാനത്തെ ചന്തകളിലേക്ക് എത്തിയതാണ് നാടൻ നേന്ത്രക്കായയുടെ വില ഇടിച്ചത്. നാടൻ നേന്ത്രക്കായ്ക്ക് കിലോഗ്രാമിന് കുറഞ്ഞത് 60 രൂപയെങ്കിലും ഓണവിപണിയിൽ വില കിട്ടുമെന്ന മലയോര കർഷകരുടെ പ്രതീക്ഷകൾക്ക് മറുനാടൻ നേന്ത്രക്കുലകളുടെ വരവ് മങ്ങലേൽപ്പിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 9,795 രൂപ, പവന് 78,360 രൂപ.
പന്തല്ലുക്കാരൻ ജ്വല്ലറി, കൊടകര. പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണം ആഘോഷിച്ചു. അവിട്ടപ്പള്ളി ഹിൽവ്യൂ റെസിഡൻസ് അസോസിയേഷൻ ഓണാഘോഷം സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ നേതൃത്വത്തിൽ ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ കലാമത്സരങ്ങൾ സംഘടിപ്പിച്ചു. വധശ്രമ കേസിലെ പിടികിട്ടാപ്പുള്ളിയും കൊലപാതക കേസിൽ ജാമ്യമില്ലാ വാറണ്ടുമുള്ള സ്റ്റേഷൻ റൌഡി രഘുവിനെ പോലീസ് പിടികൂടി. നേന്ത്രക്കായ ഉൽപാദനത്തിൽ ജില്ലയിൽ മുന്നിൽ നിൽക്കുന്ന മറ്റത്തൂരിൽ നിന്ന് ഇക്കുറി ഓണത്തിന് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിയത് ടൺ കണക്കിന് നേന്ത്രക്കായകൾ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.